ഇറാനെതിരെ നാളെ നടത്താനിരുന്ന സൈനികാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും UAEയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ചൊവ്വാഴ്ച നടക്കാനിരുന്ന ആക്രമണം മാറ്റിവെച്ചതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. സ്വീകാര്യമായ കരാറിൽ എത്തിച്ചേരാനായില്ലെങ്കിൽ ഇറാനെതിരെ പൂർണ്ണ ആക്രമണം നടത്താൻ തയ്യാറാകണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് വ്യക്തമാക്കി. മധു കൊട്ടാരക്കര ചേരുന്നു അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇറാൻ തീർന്നു, ഇനി ഇസ്രയേൽ തയ്യാറെടുക്കുക യുദ്ധത്തിന്, ആക്രമണത്തിന്. അവിടേക്ക് അമേരിക്കൻ വിമാനങ്ങൾ പറന്നിറങ്ങുന്നു ഇസ്രയേലിലേക്ക്. ആ കളമെല്ലാം കൂട്ടിവെച്ച ശേഷം ഇപ്പോൾ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോകുന്നത്? മുമ്പൊരു ഘട്ടത്തിലും ഇത്തരത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യമോ ആക്രമണം പാടില്ല എന്നൊരു നിർദ്ദേശമൊന്നും ട്രംപ് ചെവിക്കൊണ്ടിരുന്നില്ല. മോർണിംഗ് ഗോകുൽ, അമൃത. ചൈനയിലെ സന്ദർശനം കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് തിരിച്ച് വൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ തന്നെ തുടർച്ചയായിട്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇറാനെതിരെ വൻ സൈനിക ആക്രമണ പദ്ധതിയായിരുന്നു ട്രംപ് പ്ലാൻ ചെയ്ത്, അത് അവസാന നിമിഷം ഇപ്പോൾ മാറ്റിവെച്ചു എന്ന് ട്രംപ് തന്നെ പറയാണ്. ഇന്ന് വാഷിംഗ്ടണിൽ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ട്രംപ് സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വിവരം പറഞ്ഞത്. ശക്തമായി തിരിച്ചടി നൽകുവാൻ അമേരിക്ക പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും എന്നാൽ ചില സഖ്യരാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഈ രാജ്യങ്ങൾ സൗദി അറേബ്യ, ഖത്തർ, UAE ഈ ഗൾഫ് രാജ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും അതുപോലെ ഈ ആക്രമണം ഒരു 2-3 ദിവസത്തേക്കെങ്കിലും നീട്ടിവെക്കുവാൻ തന്നോട് അഭ്യർത്ഥിക്കുമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായിട്ട് ഒരു സുപ്രധാനമായ ഒരു കരാറിൽ വൈകാതെ എത്തുമെന്നും അത് വളരെ അടുത്താണെന്നുമാണ് ഗൾഫ് രാജ്യങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു. ഇറാന്റെ കൈകളിൽ ഒരു കാരണവശാലും ആണവായുധം എത്തില്ലെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു കരാറായിരിക്കും വരുന്നതെന്നും ട്രംപ് പറയുന്നു. അതുമാത്രമല്ല, ഇറാനുമായിട്ട് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നും അതിന്റെ ഫലം എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കാണാമെന്നും ട്രംപ് പറഞ്ഞു. ഈ ആക്രമണം താൽക്കാലത്തേക്ക് മാറ്റിവെച്ചെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നുണ്ട്. ഗോകുൽ, അമൃത. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ട്രംപ് ആ കടുത്ത ആക്രമണത്തിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ഒന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. എത്ര നേരത്തേക്കാണ് ഈ സമാധാനമെന്ന് അറിയില്ല. നോക്കാം ഏതായാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.